ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കേരള PSC വഴിയാണ് നിയമനം. കാറ്റഗറി നമ്പർ 317/2024 ആണ്. 4 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 53,900 മുതൽ 1,18,100 വരെയാണ് ശമ്പളം. കേരള PSCയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ടത്. അപേക്ഷകൾ ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന ദിവസം ഒക്ടോബർ 30 വരെയാണ്. 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ ഒരു ഒഴിവിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. BTech ഇൻ സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒഴിവിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. BTech കഴിഞ്ഞവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. നല്ല ശമ്പളത്തോടെ തന്നെ ഈ ഒഴിവിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ്റെ തിരുവനന്തപുരം സംസ്ഥാന കാര്യാലയത്തിൽ സിസ്റ്റം അനലിസ്റ്റ് എന്ന ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, റൂസ സ്റ്റേറ്റ് പ്രൊജക്ട് കോർഡിനേറ്റർ, റൂസ സംസ്ഥാന കാര്യാലയം, ഗവൺമെൻറ് സംസ്കൃത കോളേജ് ക്യാമ്പസ്, പാളയം, യൂണിവേഴ്സിറ്റി PO തിരുവനന്തപുരം എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ അല്ലെങ്കിൽ മെയിൽ മുഖേനയോ അപേക്ഷകൾ അയക്കേണ്ടതാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ഒക്ടോബർ 20 എഞ്ചിനീയറിംഗിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും PGDCA സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ MCA, MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് വിഭാഗത്തിൽ ഫയർമാൻ ഗ്രേഡ് 2 എന്ന ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 341/2024. കേരള PSCയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 30. യോഗ്യത SSLC, 2 years എക്സ്പീരിയൻസ് ഇൻ ഫയർ ഫൈറ്റിംഗ് ഇൻ ദി ആംഡ് ഫോഴ്സ് ഓർ ഇൻ ദി സ്റ്റേറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓർ ഇൻ ദ ഫയർ സർവീസ് ഓഫ് എൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മിനിമം 165 സെൻറ്റിമീറ്റർ ഉയരവും 50 കിലോഗ്രാം ഭാരവും വേണം. ചെസ്റ്റ് മെഷർമെൻറ്റ് 81 സെൻറ്റിമീറ്റർ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 86.6 സെൻറ്റിമീറ്ററും ആവശ്യമാണ്. കൂടുതൽ വിവരങ്ങൾ PSCയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള ആരോഗ്യവകുപ്പിൽ ജോലിക്ക് അവസരം. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. BSc നേഴ്സിംഗ് ഓർ GNM വിത്ത് 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആസ് ഓൺ 1 January 2024 എന്ന ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 40 ശമ്പളം 20,500. BComഉം PGDCA കോഴ്സും ടാലി കോഴ്സും പഠിച്ചവർക്ക് DEO കം അക്കൗണ്ടൻറ്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 40. 21,750 രൂപയാണ് ശമ്പള സ്കെയിൽ. ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കും PGDCA ഓർ DCA പഠിച്ചവർക്കും ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് അറിയാവുന്നവർക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 40. ശമ്പളം 17,000 രൂപയാണ്. ഗ്രാജുവേഷൻ ഇൻ സയൻസ്, ട്യൂബർകുലോസിസ് ഹെൽത്ത് വിസിറ്റ് ഓർഗനൈസർ കോഴ്സ് പഠിച്ചവർക്കും സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കോഴ്സ് പഠിച്ചവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും TB ഹെൽത്ത് വിസിറ്റർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 40. ശമ്പളം 17,000 രൂപയാണ്. ഡിപ്ലോമ ആൻഡ് ഗ്രാജുവേഷൻ ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ കോഴ്സ് പഠിച്ചവർക്ക് ഡയറ്റീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 40. 20,500 രൂപയാണ് ശമ്പളം. ഓൺലൈനായാണ് അപേക്ഷകൾ അയക്കേണ്ടത്. അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ഒക്ടോബർ 14 അപേക്ഷകൾ അയക്കേണ്ട ലിങ്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ ആദ്യം തന്നെ നിങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.